പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ 6th സ്റ്റാൻഡേർഡിലെ വോളിയം എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 67 ഈ 3 ചിത്രങ്ങളുടെ വോളിയം ഒന്ന് കണ്ടെത്താം. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. റെഡി അല്ലേ കുട്ടികളെ? നിങ്ങൾ വേഗം പേപ്പറും പേനയൊക്കെ എടുത്ത് നമ്മുടെ വീഡിയോയുടെ കൂടെ ഇരുന്ന് കണ്ടോണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ടീച്ചർ അതാ ഈ ചിത്രം ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. നോക്ക്, ഇതിന്റെ നീളം എന്ന് പറയുന്നത് ഇവിടെ 20 കൊടുത്തിട്ടുണ്ട്. നോക്കുക, നമ്മൾ ഈ എന്ന ഈ ലെറ്ററിനെ നമ്മൾ സത്യത്തിൽ നമ്മൾ വോളിയം കണ്ടുപിടിക്കുന്നത് ക്യൂബോയിഡിന്റെ കേസിലാണ് അല്ലെ, ചതുരക്കട്ടകളുടെ കേസിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഓരോന്നിനെയും നമ്മൾ ചതുരക്കട്ടകളാക്കി മുറിക്കുക. ആദ്യം അതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചതുരക്കട്ടകളാക്കി മുറിക്കാം കേട്ടോ. വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതൊരു ചതുരക്കട്ട. അപ്പൊ ഇതേ വോളിയം തന്നെ ആയിരിക്കുമല്ലോ ഇതിൻ്റെത്. അപ്പൊ നമ്മൾ വേറെ സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട. അത് കഴിഞ്ഞ് 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 ചതുരക്കട്ടയുടെയും മൊത്തം വോളിയം കിട്ടും. അപ്പൊ ഈ ചതുരക്കട്ടയുടെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നമുക്ക് ഇതിനെ 1 എന്നും ഇതിനെ 2 എന്നും വിളിക്കാം. അപ്പൊ ഈ 1ന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ലെങ്ത് കൊടുത്തിരിക്കുന്നത് 12 സെന്റിമീറ്റർ. 12 സെന്റിമീറ്റർ ഇൻറ്റു വീതി, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 4 എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻറ്റു 4 cm. ദെൻ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് പൊക്കം. ഇതാണല്ലോ പൊക്കം. പൊക്കം എന്ന് പറയുന്നത് എത്രയാണ്? 2 സെന്റിമീറ്റർ. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഇതെല്ലാം കൂടെ ഗുണിക്കുക. 12 ഇൻറ്റു 4 2 8, 12 8 96. 3 പ്രാവശ്യം സെന്റിമീറ്റർ മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പൊ സെന്റിമീറ്റർ ക്യൂബ്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കേണ്ടത് 96 cc, 96 cc. അപ്പൊ ഇതേ വോളിയം തന്നെയാണ് ഈ രണ്ടാമത്തേത് ഒന്നാമത്തതിന്റെ. അടുത്ത രണ്ടാമത്തതിന്റെ വോളിയവും എന്ത് തന്നെ കിട്ടി? 96 cc കിട്ടി നമുക്ക്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ ഒന്ന് മുറിച്ച് നോക്കാം. ഇത് ഇങ്ങനെ ഒന്ന് മുറിച്ച് നോക്കിയാൽ ഇതൊരു ചെറിയ ചതുരക്കട്ടയാ അല്ലേ? അപ്പൊ ഈ ചതുരക്കട്ടയുടെ മൂന്നാമത്തെ നമുക്ക് 3 എന്ന് വിളിച്ചാല് വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് ഈ 4 ആണ്, 4 cm ഇൻറ്റു വിഡ്ത്ത് എന്ന് പറയുന്നതും 4 ആണ്, ഇൻറ്റു ഹൈറ്റ്. എല്ലായിടത്തും ഹൈറ്റ് സെയിം തന്നെയാണ്. ഇവിടെ ഒരിടത്തെ വാല്യൂ കൊടുത്തിട്ടുള്ളതെങ്കിൽ ഈ ഹൈറ്റ് എല്ലാം സെയിം ആണ്, ദാറ്റ് ഈസ് 2 cm. അപ്പം 4 4 4 4s are 16 ഇൻറ്റു 2, 32 സെന്റിമീറ്റർ ക്യൂബ് ഓർ 32 cc എഴുതണം. അങ്ങനെ മൂന്നാമത്തെ കിട്ടി. നാലാമത്തെ ഈ ഒരു പീസ് മാത്രമാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു പീസിന്റെ നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുക. ടോട്ടൽ ലെങ്ത് ആണ് ഇവിടെ എന്തെന്ന് കൊടുത്തിരിക്കുന്നത്? 20. അപ്പൊ നമുക്ക് ഇത്രയും നീളം എത്രയാണെന്ന് അറിയണമല്ലോ. അത്രയും നീളം അറിയാനുള്ള മാർഗം എന്താ? ഒന്നെങ്കിൽ ഇവിടുന്ന് 4, ഈ നീളം 4 ആണല്ലോ. അപ്പൊ ഇവിടുന്ന് 4 നമുക്ക് മൈനസ് ചെയ്യാം. ഇവിടുന്ന് എന്ത് മൈനസ് ചെയ്യണം? 4 മൈനസ് ചെയ്ത്. അപ്പൊ എത്രയും 20യിൽ നിന്ന് 4 8 മൈനസ് ചെയ്യുക. 20യിൽ നിന്ന് 8 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? നമുക്ക് 12 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാർഗം എന്താ? ഇവിടെ 4 കൊടുത്തിട്ടുണ്ട്, ഇവിടെയും 4 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നീളം 4 അല്ലേ? അപ്പൊ ഈ നീളം 4. അപ്പൊ 4 4 8 4 12. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്താം? 12 എന്ന് കണ്ടെത്താം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 4th വണ്ണിന്റെ വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അതായത് ലെങ്ത് എത്രയാണ് നമുക്ക് കിട്ടി? 12 ഇൻറ്റു ബ്രെഡ്ത്ത്, വീതി എത്രയാണ്? ഇവിടെ ഫുള്ള് ഇവിടെ 12 തന്നിട്ടുണ്ട്. ഇവിടെ വരെ 8 ആണെങ്കിൽ ഇവിടെ വരെ എത്രയാണ്? 4. ഹൈറ്റ് എത്രയാണ്? 2 തന്നെ. എല്ലാ കേസിലും 2 തന്നെയാണ്. അപ്പൊ 12 4 48 ഇൻറ്റു 2 96. അപ്പൊ ടോട്ടൽ വോളിയം നമുക്ക് എന്താ ചെയ്യണ്ടേ? ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാൻ എല്ലാത്തിന്റെയും വോളിയം, ടോട്ടൽ വോളിയം ഈക്വൽ ടു is equal to sum of 4 cuboids അല്ലേ? സം ഓഫ് 4 ക്യൂബോയിഡ്സ് ചെയ്താൽ മതിയോ? അപ്പോൾ നമുക്കറിയാം ഓരോന്നിൻ്റെ ഒന്നാമത്തെ 96 പ്ലസ് 96 പ്ലസ് 32 പ്ലസ് 96, ഇത് 3 കൂടി നമുക്ക് ആഡ് ചെയ്യാം. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 320 സെന്റിമീറ്റർ ക്യൂബ് അഥവാ 320 cc. അടുത്തത് ഈ H എന്നുള്ള ലെറ്റർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ടീച്ചർ അത് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ വീതി എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ ഈ നീളം 6 എന്ന് കൊടുത്തിട്ടുണ്ട്, ഇതാണ് 6 എന്ന് കൊടുത്തിട്ടുണ്ട്.
ഇത് ടോട്ടൽ 16 ആണ്. അപ്പൊ ഇവിടെ എല്ലാം എന്ത് തന്നെയാണ്? 6 തന്നെയാണ് കേട്ടോ. നിങ്ങളത് അങ്ങനെ സങ്കല്പിച്ചെടുത്തോളാം. അപ്പം ഇവിടെ ഫുൾ ടോട്ടൽ 16 വന്നു. അപ്പൊ നമുക്ക് ഇതിന് എത്ര പീസ് ആക്കാം? ഇതൊരു പീസ്, രണ്ടാമത്തെ പീസ്, ഈ നടുവിലുള്ളത് മൂന്നാമത്തെ പീസാക്കി എടുക്കാം. അപ്പൊ നമുക്ക് 3 എണ്ണത്തിന്റെ സം ഇവിടെ കണ്ടാൽ മതി. അപ്പൊ ഈ ആദ്യത്തിന്റെ മാത്രം നമുക്കൊന്ന് നോക്കിയേക്കാം. വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റില് ലെങ്ത് എത്രയാണ്? 16 ഇൻറ്റു ബ്രെഡ്ത്ത് വീതി എന്ന് പറയുന്നത് എത്രയാണ്? 4 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 3. 16 ഗുണം 4 3s are 12, 16 ഇൻറ്റു 12. 16 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 192 സെന്റിമീറ്റർ ക്യൂബ്. അത് തന്നെയാണല്ലോ ഇതിന്റെ വോളിയം. രണ്ടാമത്തിന്റെ വോളിയം, ഇത് വോളിയം ഓഫ് 1 ആണ്. രണ്ടാമത്തിന്റെ വോളിയം എന്ന് പറയുന്നത് 192 സെന്റിമീറ്റർ ക്യൂബ് തന്നെയാണ്. കാരണം ഇത് രണ്ടും സെയിം അളവാണല്ലോ. ഈ നടുക്കത്തേത് മാത്രം നമുക്ക് നോക്കാം. വോളിയം ഓഫ് 3. മൂന്നാമത്തിന്റെ വോളിയം ലെങ്ത് എന്ന് പറയുന്നത് 4 ആണ്. ഇനി നോക്ക്, ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വരെ 6, ഇവിടെ നിന്ന് ഇവിടെ വരെ 6, 6 6 12. ടോട്ടൽ ലെങ്ത് 16 അല്ലേ? അപ്പൊ ഈ 16നെ ഫില്ല് ചെയ്യാൻ ഇവിടെ എത്ര ദൂരവും കൂടെ വേണമായിരുന്നു? 4 തന്നെ. അപ്പം വീതിയും എന്ത് തന്നെയാ? 4. ഹൈറ്റ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? ഇതേ സെയിം ഹൈറ്റ് തന്നെയാണ് ഇവിടുത്തെ ഹൈറ്റ്, ദാറ്റ് ഈസ് 3. അപ്പൊ 4 4s are 16 ഇൻറ്റു 3, 48 സെന്റിമീറ്റർ ക്യൂബ്. ഇനി എന്താ വേണ്ടത്? ടോട്ടൽ വോളിയം അല്ലെ? ടോട്ടൽ വോളിയം ഈക്വൽ ടു total volume equal to 192 plus 192 plus 48. അപ്പൊ നമുക്ക് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 432 സെന്റിമീറ്റർ ക്യൂബ്. അടുത്തത് മൂന്നാമത്തെ ചിത്രം. ടി എന്ന ലെറ്റർ ആണ്. നമുക്ക് അതിന്റെ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. നമുക്ക് എന്താണ്? രണ്ട് പീസ് ആക്കിയാൽ മതിയാവും അല്ലേ? 2 പീസ് ആക്കാന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. അപ്പം ഈ ഒരു പീസിന്റെ വോളിയം കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ലെങ്ത് ഇതിന്റെ മുഴുവൻ നീളം. അപ്പൊ നമ്മൾ ഇവിടെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി അവരിവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്കറിയാം ഇവിടെ നിന്ന് ഇവിടെ വരെ 6 സെന്റിമീറ്റർ, ഇവിടെ നിന്ന് ഇവിടെ വരെ 6 സെന്റിമീറ്റർ. ഇതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഇതാ ഇവിടെ ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ട്, 4. അപ്പൊ ഈ 4 തന്നെ ആയിരിക്കുമല്ലോ ഇവിടെ. അപ്പം 6 4 10 6 16 സെന്റിമീറ്റർ ആണ് ലെങ്ത് എന്ന് പറയുന്നത്. ബ്രെഡ്ത്ത് എത്രയാണ്? വീതി, ഈ അകലം, ഇതാണല്ലോ അകലം ഇവിടെ കൊടുത്തിട്ടുണ്ട്, 4 cm. ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ. 16 ഇൻറ്റു 12 എത്ര തന്നെ വരുന്നു? നമുക്ക് തൊട്ടുമുമ്പത്തെ പ്രവൃത്തി ചെയ്ത ഉത്തരം തന്നെ കിട്ടി, 192 സെന്റിമീറ്റർ ക്യൂബ്. ഇനി രണ്ടാമത്തതിന്റെ വോളിയം നമുക്ക് ചെയ്ത് നോക്കാം. അതായത് ഇത് ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് എത്ര കൊടുത്തിട്ടുണ്ട്? 11 ഇൻറ്റു വിഡ്ത്ത് എന്ന് പറയുന്നത് 4 cm ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 3. അപ്പൊ 11 ഗുണം 4 44 ഇൻറ്റു 3 ചെയ്യണം. 44 ഇൻറ്റു 3, 4 3s are 12, remainder 1, 4 3s are 12 plus 1, 132. Answer is 132 centimeter cube. Then total volume equal to total volume equal to 192 plus 132. അല്ലെ? ഇത് രണ്ടും കൂടി ഈ 192 132 കൂടെ ആഡ് ചെയ്യാം. 192 plus 132, 4 12, remainder 1, 324. 324 സെന്റിമീറ്റർ ക്യൂബ് ആണ് ഈ ടി എന്ന ലെറ്ററിന്റെ വോളിയം. നന്നായിട്ട് ചെയ്ത് പഠിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയുമായി ടീച്ചർ ഉടനെ വരാം.